ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വീണ്ടും ആണവ ആക്രമണ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതായത് ചൈനയുടെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യക്ക് മേൽ ആണവ ആക്രമണം നടത്തുമെന്നും തുടർച്ചയായി വീണ്ടും പാകിസ്ഥാൻ ഭീഷണി മുഴക്കുന്നു. 130 ആണവ ആയുധങ്ങളാണ് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് തൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് പറയുന്നത് പാക് റെയിൽവേ മന്ത്രിയായ ഹനീഫ് അബ്ബാസിയാണ്. അപ്പോൾ വളരെ പ്രകോപനപരമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലായി 130ലധികം ആണവ ആയുധങ്ങളും മിസൈലുകളും ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രതീകാത്മകമായി വെച്ചിരിക്കുന്നതല്ല, കാണാനുള്ളതല്ല. ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ ആക്രമിക്കാനായിട്ട് തയ്യാറാക്കിയതാണ്. അതായത് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടുകൂടി പാകിസ്ഥാന് വെള്ളം ലഭിക്കാത്തൊരവസ്ഥയുണ്ടാകും. അത് കാർഷിക മേഖല, കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ പാകിസ്ഥാനിൽ സൃഷ്ടിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുത്തോളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ ഘോറി, ഷഹീൻ, ഗസ്നവി ഉൾപ്പെടെയുള്ള മിസൈലുകൾ, ആണവ പോർമുനകൾ ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് നേരെ ലക്ഷ്യം വെച്ചു എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ലോകത്ത് ഒരു രാജ്യം വിചാരിച്ചാലും പാകിസ്ഥാൻ എവിടെയൊക്കെയാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് വരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, എന്തായാലും പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുള്ള ഒരു മറുപടി എന്നവണ്ണമാണ് ഈ ഹനീഫ് അബ്ബാസിയുടെ ഈ നിലപാട്. ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए नहीं रखे हुए. ഈ ഹനീഫ് അബ്ബാസി ഇപ്പോൾ മാത്രമല്ല, മുമ്പും ഇതുപോലെ തന്നെ ആണവായുധ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈ റെയിൽവേ പൂർണ്ണമായിട്ടും പാക് സൈന്യത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. അതായത് യുദ്ധമുന്നണിയിലേക്ക് പാറ്റൻ ടാങ്കുകൾ, അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ, ഇവയൊക്കെ കൊണ്ടുപോകാനായിട്ട് റെയിൽവേയുടെ നിയന്ത്രണം ആർമിക്ക് വിട്ടു നൽകി. ഞങ്ങൾ കനത്ത ആക്രമണം നടത്തും. ഇതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങൾ പാക് വ്യോമ മേഖല അടച്ചത്. 2 ദിവസമായി. അതുകൊണ്ട് ഇന്ത്യ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഈ രീതി തുടരുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഇന്ത്യയിലെ വ്യോമയാന കമ്പനികളെല്ലാം തന്നെ പാപ്പരാകും. അപ്പോൾ വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള കാരണം ഇന്ത്യയിലെ കര, വ്യോമ, നാവിക സേനകളെല്ലാം തന്നെ യുദ്ധത്തിന് സജ്ജമാണെന്ന് നേരത്തെ അറിയിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്നും യുദ്ധക്കപ്പലിൽ നിന്നുമൊക്കെ തന്നെ മിസൈൽ പരീക്ഷണവും നമ്മൾ നടത്തുന്നുണ്ട്. ഇതവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ആണവ ആയുധം ഉപയോഗിക്കണമെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടെ വേണം. നിലവിൽ നാവിഗേഷൻ സിസ്റ്റം പാകിസ്ഥാൻ ഇല്ലെന്നും ചൈന സഹായിക്കുമെന്നുമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന ഇതിൽ നിന്നൊക്കെ പിന്മാറിയിരുന്നു. ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് പാക് ഉപപ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും പാകിസ്ഥാന് എല്ലാ പിന്തുണയും അവർ ഉറപ്പു നൽകിയതായി പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ഒരു സഹായം പാകിസ്ഥാന് ലഭിക്കും. മാത്രമല്ല, ഒരു ചൈനീസ് കപ്പൽ ആയുധങ്ങളുമായി പാക് പോർട്ടിലേക്ക് എത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആണവായുധം ഉപയോഗിക്കാനുള്ള സഹായം ചൈന നൽകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമുണ്ട്. കാരണം നിലവിൽ അമേരിക്കയുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം വീണ്ടും സൃഷ്ടിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല, ഇന്ത്യയും ചൈനയും തന്നെ ലഡാക്കിൽ ഉൾപ്പെടെ സമാധാന ശ്രമങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പോവുകയാണ്. എങ്കിലും ചൈനയെ നമ്മൾ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കില്ല. എല്ലാ കാലത്തും പാകിസ്ഥാന് പ്രത്യക്ഷവും പരോക്ഷവുമായി സഹായം നൽകിയത് ചൈനയാണ്. ഇവിടെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയുടെയോ ചൈനയുടെയോ സഹായം വേണം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്തായാലും പ്രത്യക്ഷമായി അത്തരം സഹായത്തിന് നിൽക്കില്ല. പിന്നെയുള്ളത് ചൈനയാണ്. അപ്പോൾ നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സഹായിക്കുമെന്നുള്ള സംശയമുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. അതുപോലെ ഇന്ത്യക്ക് ഏതാണ്ട് 180ഓളം ആണവായുധങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാന് 150ൽ താഴെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഈ 130 ആണവ പോർമുനകൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് സജ്ജീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് സ്ട്രൈക്ക് എന്തായിരിക്കുമെന്നുള്ളത് പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം നമുക്ക് ചില ആണവ പോളിസികളുണ്ട്. അതായത് നോ ഫസ്റ്റ് യൂസ്. നമ്മൾ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ആദ്യം മറ്റൊരു രാജ്യത്തിന് മേൽ പ്രയോഗിക്കില്ല. മാത്രമല്ല, ആണവ ശക്തിയല്ലാത്ത രാജ്യങ്ങളുമായി നമ്മൾ ഇത്തരം ആക്രമണങ്ങളിൽ ഏർപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു നിലപാടിനെ മുതലെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ആക്രമണ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ, POK മേഖലയിൽ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പം തന്നെ 7 പാക് പട്ടാളക്കാരെ വെടിവെച്ചു കൊന്നു.
അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് പാക് പട്ടാളത്തെ വിന്യസിച്ചു. അവരെ പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. അതുപോലെ ഖൈബർ പക്തൂൺഖ മേഖലയുണ്ട്. അവിടെ തെഹരിക്ക് ഇ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിലെ താലിബാൻ പിന്തുണയുള്ള സംഘടന അവിടെ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നു. ഇന്ത്യ ഒന്ന് കണ്ണ് കാണിച്ചാൽ അവർ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെയും പാക് ആർമിയെ വിന്യസിച്ചു. അവരെ എല്ലാം തന്നെ അതിർത്തിയിലേക്ക് കൊണ്ടുവരണം. ഒപ്പം ഇന്ത്യ വ്യോമ മേഖലയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. അത് പാകിസ്ഥാനെ ഉള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് നമ്മൾ കൃത്യമായിട്ട് നൽകുന്ന ഒരു സൂചന. കാരണം ഈ പാകിസ്ഥാൻ ഇപ്പോൾ പുതിയ ചില നിലപാടുകൾ വെളിപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, അസ്മ സെയ്ദ് ബുഖാരി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വനിതാ മന്ത്രി, അവർ പറയുന്നു ഇപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ തലയിൽ വെക്കാൻ ഇന്ത്യ പാകിസ്ഥാൻ്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നു. ഇത് ശരിയല്ല. പണ്ട് അഭിനന്ദ് വർദ്ധമാൻ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കൊടുത്ത് വിട്ടതാണ്. ഇനി ഞങ്ങളുടെ നിലപാട് ഇതായിരിക്കില്ല. ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ വീണ്ടും അടുത്ത പ്രകോപനം ഉണ്ടാവുകയാണ്. ഇതിന് ശേഷമാണ് നമുക്കറിയാലോ ഈ ഖോജ ആസിഫ് എന്ന് പറയുന്ന അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യക്കെതിരെ പ്രകോപനമൊക്കെ സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല അവരാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് സൈനിക പരിശീലനം സാമ്പത്തികമൊക്കെ നൽകി ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയെന്ന് ഈ ഡിഫൻസ് മിനിസ്റ്ററാണ് പരസ്യമായി പറഞ്ഞത്. പറഞ്ഞത് അമേരിക്കയുടെ പിന്തുണയിലാണ് ഞങ്ങളിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിളിക്കുന്നു. ഇന്ത്യയുടെ ഈ അതിർത്തി മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് പ്രത്യേക യോഗം വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് പാകിസ്ഥാനും സജ്ജമാകുന്നു, അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ആണവ വെല്ലുവിളി നമുക്കെതിരെ നടത്തുമ്പോൾ ചൈനയ്ക്കറിയാം കരയിൽ നിന്നും കടലിൽ നിന്നും അതുപോലെ തന്നെ ആകാശത്ത് നിന്നും ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. നിലവിൽ 180ഓളം ആണവായുധങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏതാണ്ട് 1000-ലധികം ആണവായുധ ശേഖരം ഇന്ത്യയുടെ പക്കലുണ്ടെന്ന് ചൈനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു, സംശയം നിലനിൽക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യ ഇത്തരത്തിലുള്ള ആക്രമണവുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ, ജർമ്മനിയുടെ, UK-യുടെ, ഇറ്റലിയുടെ ഒക്കെ പിന്തുണ ഇന്ത്യക്കാണ്. എന്തിന്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പോലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് മേൽ ഉപരോധം ഉണ്ടാവുകയും ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൈന ഒരു കാരണവശാലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നില്ല. എന്തായാലും ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമാബാദിലേക്ക് അല്ലെ ലാഹോറിലേക്കൊന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കശ്മീരിനെ ഒരു ബഫർ സോണാക്കി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് അറ്റാക്ക് നടത്തുന്നു. ഇത് തന്നെയാണ് ഗസയിൽ ഹമാസ് ചെയ്ത തന്ത്രവും. അപ്പോൾ ബഫർ സോണിൽ നിന്നുകൊണ്ടുള്ള ഈ അറ്റാക്കിനെ പൊളിക്കണമെങ്കിൽ POK പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തണം. അതിനുള്ള നടപടികൾ നമ്മളും ചെയ്യുന്നുണ്ട്. ഇപ്പം INS അരീഖാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കമ്മീഷൻ ചെയ്തത്. അതുപോലെ തന്നെ INS അരിഹന്ത് ഉണ്ട്. ഇതെല്ലാം പൂർണ്ണ സജ്ജമായിട്ട് നിൽക്കുന്നു. രാജസ്ഥാനിൽ നമ്മുടെ ഈ പാറ്റൻ ടാങ്കുകളൊക്കെ തന്നെ പരിശീലനം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ സ്വന്തം വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കുറ്റങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഹാനിഫ് അബ്ബാസി എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം. കൂടാതെ ഞങ്ങൾ 130-ലധികം ആണവായുധങ്ങൾ ഇന്ത്യക്ക് മേൽ തൊടുക്കാനായിട്ട് പലയിടങ്ങളിലായി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ പാകിസ്ഥാന് മേൽ ആക്രമണം നടത്താൻ തുനിയുകയാണെങ്കിൽ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് അതിൽ നിന്ന് പിന്മാറ്റണം. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്ന സമയം നമുക്കറിയാം. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 18 തവണയാണ് ഇന്ത്യക്ക് മേൽ ആണവ ആക്രമണം നടത്തുമെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. ഏത് നിമിഷം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തുടർച്ചയായി ആണവ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമ്പോൾ നമ്മളും ഒട്ടും പിന്നോട്ടല്ല. നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയുന്ന കരസേനാ മേധാവി കാശ്മീർ സന്ദർശിച്ചു. അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ നമ്മൾ എങ്ങനെ ആക്രമണം നടത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള പ്ലാനിങ് കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് മറ്റ് ചില രാജ്യങ്ങൾ തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാന് മേൽ നടത്തിയാൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കമാകുമെന്നും കരുതപ്പെടുന്നു. എന്തായാലും 1-2 ദിവസമല്ല, വീണ്ടും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ആണവ ഭീഷണി ഉയർത്തിയാണ് പാകിസ്ഥാൻ
പാകിസ്ഥാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ POKയ്ക്ക് മേൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് അവർ ഭയപ്പെടുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജലം നദിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് പഞ്ചാബ് പ്രവിശ്യയിലും അതുപോലെ തന്നെ POKയിലും ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ ഭീഷണിയോ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറുപടി അവർ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ആക്രമണത്തോട് ക്ഷമിക്കുകയില്ല. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ആക്രമണം നടത്തിയവർക്കും തക്കതായ ശിക്ഷ നൽകും. അപ്പോൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആണവ തന്ത്രങ്ങളെ ഇന്ത്യ ഏതാണ്ട് പൊളിച്ചടുക്കുകയാണ്. നമ്മുടെ 3 സൈന്യങ്ങളും അതിർത്തി മേഖലയിൽ സുസജ്ജമായി നിൽക്കുന്നു. ഒരു ഉത്തരവ് മാത്രം മതി നമുക്കിനി പാകിസ്ഥാനെ ആക്രമിക്കാൻ. പക്ഷേ ഒരു യുദ്ധത്തിന് നമ്മൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അണിയറയിൽ പല കാര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.